ഹലോ ചേട്ടാ, നിങ്ങളേടിയുള്ളേ? ഒന്ന് വേഗം വരുവാ. അതിപ്പോ അറിയാം, നിങ്ങൾ വേഗം വാ. വഴിയിലെടുത്ത് തങ്ങറേ, അർജന്റ് ആന്ന്, വേഗം വാ. ജി എന്നാണേ നീ തലകുമ്പിട്ടിട്ട് നീ എന്നാ പ്രശ്നോ? ഒച്ചയിലെന്നാ വല്ലാണ്ടായി വിളിക്കുമ്പോ? ചേട്ടാ നിങ്ങൾ ശരി ചെയ്യുമ്പോ ഞാൻ പറയാം, അകത്തുനിന്ന് പറയാം. എനക്കെല്ലാം ചെയ്യണ്ടെന്ന് തിരിയുന്നില്ല. ബാ ചേട്ടാ, എനിക്ക് പറയാം. ചേട്ടാ നീ ഒന്ന് വാ, പറയാ. ഞാൻ വന്നിരിക്കും. നീ ഒന്ന് പറ ചേട്ടാ, അത് എനക്ക് പേടിച്ചിട്ടൊന്നും തിരിയുന്നില്ല. ചേട്ടാ മോളെ ഒന്നും ചെയ്യുകയും ചെയ്യറേ. നമ്മള് മാത്രം അറിയാം, വേറെ ഒരാളോടും ഷെയർ ചെയ്യുകയും ചെയ്യറ്. നമ്മള് മോളെ ഭാവി അത്. ചേട്ടാ, അത് ഞാൻ ഇന്ന് ഞാനെന്റെ റൂമെല്ലാം വൃത്തിയാക്കിനേന്നു. ബുക്കിന്റെ അടുക്കുന്ന ഒരു ഫോണ് കിട്ടി. ആ ഫോണ് ഞാൻ പറ്റിയ ഏട്ടന്റെ പഴയ ഫോണാന്ന്. പക്ഷെ അത് ആ ഫോണല്ല, ലോക്കൊന്നുമില്ല. ആ ഒരൊറ്റ നമ്പർ അതിനകത്തുള്ള ഒരു അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഓറ് കൊറേ ഇപ്പൊ 1 മാസത്തിന് മേലെങ്ങാറ്റായി മെസ്സേജ് അയക്കുന്നത്. പക്ഷെ അതിനകത്ത് ഓളിങ്ങനെ എല്ലാ മെസ്സേജസും ഓള് കണ്ടിട്ടും നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ഇന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടാ, എന്തോ ഒരു സാധനം കൊണ്ടു കൊടുക്കണമെന്നോ, കൊടുത്തിട്ടില്ലെങ്കിൽ മോളെ ഫോട്ടോയിൽ എന്തെങ്കിലും ചെയ്യുന്നോ, എന്തൊക്കെയൊക്കെയോ ഒരു മെസ്സേജ്. എനക്ക് എന്നാ ചെയ്യേണ്ടത് തിരിയുന്നില്ല. ഇല്ല, ഓളത് കണ്ടിട്ടില്ല. എന്നാ ചെയ്യേണ്ടത് തിരിയുന്നില്ല കേട്ടാ. ഇത് ആരോടാ പറയണ്ടേ? നീ ആരോടും പറഞ്ഞില്ല? ഇല്ല, എനക്ക് ഇതെന്നാ ചെയ്യേണ്ടത് തിരിയുന്നില്ല. ഇതാ ഫോൺ ഇതാന്ന്. നീ ഒരാളോടും പറയല്ലേ? ഒരാളോടും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട്? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മോളിക്ക് കൊണ്ട് പാല് വാങ്ങാൻ പറ്റും. മോളിതൊന്നും കണ്ടിട്ടില്ല കേട്ടാ. പാലിന് നീ ഒറ്റക്ക് കുട്ടി, എന്നിട്ട് നീ വീഴണ? എത്ര പഠിച്ചാലും പഠിക്കൂല. ഏട്ടാ, നിങ്ങളിങ്ങനെ ഇരിക്കേണ്ട ഒരു പരിഹാരം കാണാൻ സമയം പോന്നേട്ടാ. ഏട്ടാ, എന്റെ പൊന്നു വിജയ്, നീ ഒന്ന് അടുക്കളയിൽ പോയി. ഞാൻ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ? ഏട്ടാ, ആരെങ്കിലും വിളിച്ചാലേ അറിയൂലേ? നീ ഒന്ന് പോയിക്കൊണ്ട്, എനക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. ഹലോ എടാ, നീ എടിയുള്ളേ? അടുത്താരം കൊണ്ടാ? നീ കുറച്ചിങ്ങോട്ട് മാറിയിക്കുക. എടാ, ഞാൻ പറയുന്ന കാര്യം ആരും അറിയറേ. നീ മാത്രമേ അറിയാവൂ. ഒരു കാരണവശാലും മറ്റാരും നീ പറയരുത്. എനിക്ക് എന്നാ ചെയ്യേണ്ടത് തിരിയുന്നില്ലടാ. ഞാൻ പറയാം. എടാ, അതൊന്ന് ഭാര്യ അകലെന്ന് വൃത്തിയാക്കുമ്പോ മോളെ പിന്നെ അലമാരിന്ന് ഒരു ഫോണ് കിട്ടി. ഓളെ ആദ്യം വെച്ച് പഴയ ഫോണായിരിക്കും എന്നെല്ലാം വിചാരിച്ചു. നോക്കുമ്പോ അതാരോ കൊടുത്തതാണ്. അതില് അങ്കിൾ എന്ന് പറഞ്ഞ ഒരാളെ നമ്പർ മാത്രമേ ഉള്ളൂ. അങ്കിളിൽ നിന്ന് ആ നമ്പർ സേവ് ആക്കിയിട്ടില്ലേ. മോളോട് ഇപ്പൊ ചോദിക്കാനോ എനിക്കറിയില്ല, ഇന്നത്തെ കാലമല്ലേ. ഞാനോട് ഇതുവരെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടോ ഒന്നിച്ച് കളിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും മനസ്സ് പറയാൻ എൻ്റെ 2 മക്കളല്ലേടോ. എനിക്കറിയുന്ന കാര്യം ഞാൻ എപ്പോഴും എന്നോട് പറയുകയല്ലേ. നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ആ ഇല്ല ആ എന്നാ ശരി. ആ ഒന്നുമില്ലപ്പാ. ചേച്ചിനോട് മോള് പോവാൻ പാലിന് പോണ്ടെന്നാ? മോളെപ്പോ ചേച്ചി കളിക്കലൊന്നുമില്ല? ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം മോളെപ്പോ. മോളമ്മേരടുത്ത് പോകും.
അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാവും കേട്ടാ. ഇതും വായിക്ക കഴിക്കുക കേട്ടാ. നീയായിട്ടൊന്നും പറയണ്ട കേട്ടാ. ഞാൻ പറഞ്ഞോളൂ. നീ ഒന്ന് വിളിക്ക്. മോളെ മോളെ അച്ഛനോട് കള്ളത്തരം പറയലുണ്ടാ? കള്ളത്തരം കാണിക്കലുണ്ടാ? മോളോട് അച്ഛനെ ഇഷ്ടമില്ലാന്ന് തോന്നുന്നുണ്ടാ? അച്ഛന് ഒരുപാട് തിരക്കും കാര്യങ്ങളും. നമ്മൾ എത്ര വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന മോക്കറിയില്ലേ? എങ്ങനെയും ഒരു വീടാക്കണമെന്നോ അച്ഛൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മോക്കറിയില്ലേ? വൈകുന്നേരം വരെ പണിയെടുക്കുമ്പോൾ മോളെയും ദൈവട്ടിൻ്റെ മുഖം അച്ഛൻ്റെ മനസ്സിലുണ്ടാവുക കേട്ടാ. പിന്നെ ക്ഷീണിച്ചെല്ലാം വന്ന് ഒരുപാട് പ്രശ്നങ്ങളിലാകുമ്പോൾ മോളെ അച്ഛന് മക്കളെപ്പറെ കളിക്കാനൊന്നും അച്ഛന് പറ്റുന്നില്ല. എന്നാൽ ഒരുപാട് ഇഷ്ടമുണ്ട്. മോക്ക് ആ ഫോൺ ഇടുന്ന കിട്ടി. മോളെന്തിനത് മറച്ചു വെച്ചു? അമ്മന്ന് വൃത്തിയാക്കുമ്പോൾ അലമാരെന്ന് കിട്ടിയില്ല അത്. മോക്കത് ആരാ തന്നിന്? മോൾ മക്കളെ കൂടുതൽ അച്ഛൻ തുറന്നു ചോദിക്കാൻ പേടിയാ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്തെല്ലാം ചെയ്യുന്നത്, എങ്ങനെയല്ല ഏടിയെല്ലാം പെടുന്നത് ഒന്നും അച്ഛൻ അറിയില്ല. എന്റെ മോളെ പറ്റി എപ്പോ അത്രയേറെ ഇഷ്ടത്തോടെയും അഭിമാനത്തോടെയും അച്ഛൻ ഓരോ ദിവസവും ജീവിക്കുന്നു. മോളെ കണ്ടിട്ടല്ലേ ദൈവൂട്ടിയും പഠിക്കുക അല്ലേ? അച്ഛനോട് പറയാൻ പറ്റില്ല. കണ്ട അമ്മയോട് പറ. അച്ഛനെ നോക്കണ്ട. അച്ഛൻ വേണ്ടേട്ടാ. അച്ഛൻ്റെ മോളിനി ഒന്നും പറയണ്ട. നമുക്ക് ആ ഫോൺ അച്ഛൻ അറിയണ്ട, ആരാ തന്നൊന്നും അറിയണ്ട. നമുക്കത് കളയാം കേട്ടാ. അച്ഛൻ്റെ മോളെ നീ ഇങ്ങനത്തെ ഒരാവത്തിലും പെടുന്നത് വിടുവാ? ഒരിക്കലും പെടുന്നത് കേട്ടാ. ആ ഫോൺ വേണ്ട. ഇനി എന്തുണ്ടെങ്കിലും അച്ഛനോട് പറയണം. അച്ഛനോട് പറ്റുന്ന പോലെ നമുക്ക് ഒത്തിച്ചു കൂടി സന്തോഷിക്കുകയൊക്കെ ചെയ്യാം കേട്ടാ. ഒരു ചായ കുടി. സാരില്ല കേട്ടാ. ജി കുട്ടിക്ക് എന്തെങ്കിലും എടുത്തു രണ്ടാക്കും. ദേവുട്ടിയേ വാ, ഞാൻ ചേച്ചീൻ്റെ ഒപ്പം കളിച്ചാട്ടെ കുറച്ച് സമയം. ഓടും മോളെയും കൂട്ടി കളിക്കും കേട്ടാ. ഹലോ അച്ഛൻ എവിടെയുള്ളേ? കേട്ടാ വേഗം വരുമ്പോ മോള് പറഞ്ഞ സാധനം എന്തായാലും മേടിക്കും. മറന്നുപോവേയില്ല. പുറത്ത് കിടന്നും കളിക്കാറേ. അച്ഛൻ വേഗം വരാം. പിന്നെ നമുക്ക് കളിക്കാലോ. ഇന്ന് നമുക്ക് ലുഡോ കളിക്കാം. ആ ശരി.